ഹായ് ഓൾ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ്. നമ്മുടെ കുഞ്ചുവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ടൊരു മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലഞ്ചിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പിന്നെ 2-3 ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക് ചെറിയ കഷ്ണം, എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഇടാം, അല്ലെങ്കിൽ പേസ്റ്റ് എടുത്ത്. എൻ്റെ അടുത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് ഇടാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇപ്പോൾ വേറെ വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ഇടാം. തീയൊന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ വരുന്ന കണ്ണ ഒരു മിനിറ്റ്. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പേസ്റ്റും നമുക്ക് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യണത് മട്ടരിയാണ്, മട്ടയുടെ ചോറാണ്. എന്നിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം വെക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പം തുറന്നു തരാമെന്ന് പറഞ്ഞ അമ്മ. അപ്പം അത് ഇത്രേ ഉള്ളൂ. ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.